മാസങ്ങളോളം കത്തിച്ചില്ലേ ആര്? നമ്രൂദ്. എന്ത്? തീക്കുണ്ടാരം. എന്തിന്? ഇബ്രാഹിം നബിയെ കത്തിച്ചു കൊല്ലാൻ. എന്നിട്ട് ഇബ്രാഹിം നബിയെ എങ്ങനെയാണ് ആ തീക്കുണ്ടാരത്തിൽ ഇടുക എന്ന ആലോചനയിൽ ഇബ്ലീസ് വന്ന് നിർദ്ദേശം കൊടുത്തു. ഒരു വില്ലുണ്ടാക്കുക, എന്നിട്ട് അമ്പിന്റെ പകരം ഇബ്രാഹിമിനെ വെക്കുക, എന്നിട്ട് ഇവിടുന്ന് വിട്ടേക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വില്ലിൽ നിന്ന് വിട്ടു, അമ്പായിട്ട് വിട്ടു. തീക്കുണ്ടാരത്തിലേക്ക് ചെന്ന് പതിക്കുന്ന ഫ്യൂ സെക്കൻഡ്സ്. അങ്ങനെയൊന്നും പറയാനില്ല, നിമിഷാർദ്ധങ്ങൾ, ഇനി കുറഞ്ഞ നിമിഷങ്ങൾ മാത്രം. ആ സമയത്ത് തീയുടെ ഡ്യൂട്ടിയുള്ള മലക്ക് പോയിട്ട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടോ? തീയിലാണല്ലോ വീടുന്നത്, എന്തേലും ആവശ്യമുണ്ടോ? അതിന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വർത്താനം, നോ താങ്ക്സ്, ഒരാവശ്യമില്ല, ഏൽപ്പിക്കേണ്ട ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്, നോ താങ്ക്സ്, ഒരാവശ്യമില്ല, ഏൽപ്പിക്കേണ്ട റബ്ബിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതെ അതെ, അള്ളാഹു ഏറ്റെടുത്തല്ലോ. തീക്ക് നിർദ്ദേശം കൊടുത്തു, ഇന്ന് നീ ഏതായാലും ചൂട് വേണ്ട, ബർദൻ, തണുപ്പ് മതി. പിന്നെ ഓവർ തണുപ്പാക്കി ആ സെൻട്രൽ എ സി എല്ലാം 16 ഇട്ടാലുണ്ടാവില്ലേ, നമ്മൾ തന്നെ ഒരു മരക്കഷ്ണായിപ്പോ. അത് വേണ്ട, വസലാമൻ അല്ല ഇബ്രാഹിം. ഇബ്രാഹിം നബിക്ക് കംഫർട്ട് ആയത് എന്താണോ തണുപ്പ്, ആ രീതിയിൽ മതി. യെസ്, എന്താ രസല്ലേ. ഇതൊക്കെ ഖുർആനിൽ ഓതുന്ന മോമിനിങ്ങൾക്ക് എങ്ങനെയാ മനുഷ്യന്മാര് ടെൻഷൻ ഉണ്ടാവുക? ഈ അള്ളാഹു തന്നെയല്ലേ നമ്മുടെ അള്ളാഹ്? അതെ, എന്നിട്ടെന്താ നമുക്കിങ്ങനെ ടെൻഷൻ? മോളെ കല്യാണം 2 വട്ടം അന്വേഷിച്ചു, ശരിയായില്ല, അപ്പോഴേക്ക് മൂഡ് ഓഫ്. ഇതാണോ മോമിന്റെ സ്വഭാവം? ഒമാനിലും ബഹ്റൈനിലും ബിസിനസ് ആരംഭിച്ചു, പൊട്ടിപ്പോയി, അപ്പോഴേക്ക് ആത്മഹത്യ പരിഹാരം. ഇതാണോ മുഅ്മിൻ? അല്ല. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അജബൽ അംറിൽ മുഅ്മിൻ. മുഅ്മിനിന്റെ കാര്യം അത്ഭുതമല്ലേ. മുഅ്മിനിന് ആരോഗ്യം ഉണ്ടായാൽ അൽഹംദുലില്ലാഹ് പറഞ്ഞ കൂലി വാങ്ങും. മുഅ്മിനെ പരിപാലിച്ചാൽ ക്ഷമിച്ചിട്ട് കൂലി വാങ്ങും. മുഅ്മിൻ അനങ്ങിയാലും അനങ്ങിയിട്ടില്ലെങ്കിലും കൂലി എന്നാ ഈ ഹദീസ് പറയണത്. കുട്ടി ജനിച്ചാൽ സന്തോഷിക്കുന്നു, അൽഹംദുലില്ലാഹ് പറയുന്നു, ശുക്ർ ചെയ്യുന്നു, കൂലി വാങ്ങുന്നു. കുട്ടി മരിച്ചാൽ ഇന്നാലില്ല ചൊല്ലുന്നു, ക്ഷമിക്കുന്നു, കൂലി വാങ്ങുന്നു. മുഅ്മിന് അനങ്ങിയാലും തിരിഞ്ഞാലും കൂലി തന്നെ. ഇതാ ഹദീസിൽ പറയണത് അജബൽ അംറിൽ മുഅ്മിൻ. മുഅ്മിനിന്റെ കാര്യം അത്ഭുതം തന്നെ. നമ്മൾ മുഅ്മിനാവണം. എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്ക് ടെൻഷൻ, എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോഴേക്ക് അടുത്തത് ത്വലാക്ക്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് മതിയാക്കലായി, എന്നെ കൊണ്ട് ഇതാവില്ല, ഞാൻ അവിടുന്ന് ഒഴിവാവലായി എന്നൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ഈമാനിന്റെ കുറവ്, അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ കുറവ് എന്ന് പറയുന്നത്. ഒരു പരീക്ഷണം നമുക്ക് വരുന്നത് എന്തിനായിരിക്കും? ഇദാ ഹബ്ബല്ലാഹു അബ്ദൻ ഇബ്തലാഹു. ഒരു പരീക്ഷണം അള്ളാഹു നൽകുന്നത് ഒന്നിക്കിൽ നമ്മളെ ശുദ്ധീകരിക്കാൻ, കഴിഞ്ഞ കാലങ്ങളിലുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു തരാൻ. ഒരു ബില്ല് പാസ്സാകുമ്പോഴേക്ക് നമ്മൾ എന്തിനാ ബേജാറാവണത്? അപ്പുറത്ത് മിസൈലിന്റെ, ഇപ്പുറത്ത് വേറെ എന്തെങ്കിലും സംവിധാനങ്ങളിന്റെ തുരുതുര ചിത്രങ്ങൾ കാണുമ്പോൾ ഭയപ്പെടേണ്ടവരാണോ മുഅ്മിനീങ്ങൾ? ഇനി ആകപ്പാട് എന്ത് സംഭവിച്ചാലും നമ്മളിപ്പോ പോകേണ്ടത് ആരുടെത്തേക്കാ? നമ്മുടെ സ്നേഹം നമുക്കെല്ലാം തന്ന അള്ളാഹുവിലേക്കല്ലേ. എന്തിനാ പേടിക്കേണ്ടത്?